മരണം പ്രതീക്ഷിച്ച് വേദന സഹിച്ച് കിടക്കുന്നവരുടെ അടുത്തേക്ക് ചെല്ലുവാനും അവർക്ക് വേണ്ട ദൈവകാരുണ്യ പ്രാർത്ഥന നടത്തുവാനും മരണസമയത്ത് ഉണ്ടാകാവുന്ന പിശാചിൻ്റെ പരീക്ഷണങ്ങളെ ചെറുത്തു നിൽക്കുവാനുമുള്ള ശക്തി അവർക്ക് കിട്ടുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും നമുക്ക് സാധിക്കുന്നില്ല. മരണം മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഭയത്തിലാണ്. അവരുടെ കരങ്ങൾ കയ്യിലെടുത്ത് ദൈവസ്നേഹത്തെപ്പറ്റിയും ഈശോയുടെയും മാതാവിൻ്റെയും അടുത്തായിരിക്കുമ്പോൾ അവർ അനുഭവിക്കുവാൻ പോകുന്ന സ്വർഗത്തിലുള്ള അവരുടെ മരിച്ചുപോയവരുടെ സാമീപ്യത്തെപ്പറ്റിയും മറ്റും സംസാരിക്കുന്നത് അവർക്ക് ആശ്വാസം പകരും. നാം ഇപ്പോൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം ഒരിക്കലും ഉദാസീനരാകാൻ പാടില്ല. നമ്മുടെ വൈദികർക്ക് ചെന്നെത്തുവാൻ പറ്റാത്ത സ്ഥലങ്ങളിലേക്ക് അവരുടെ കരങ്ങൾക്ക് പകരമായി നമ്മുടെ കരങ്ങൾ നീളണം. അതിനുള്ള ധൈര്യം നമുക്കുണ്ടാകണം. അതിനായി കർത്താവിനെ സ്വീകരിച്ച് കർത്താവിൽ ജീവിച്ച് കർത്താവിനെ കൊണ്ട് നമ്മെ പരിപോഷിപ്പിക്കണം. കുറെ കൂടി കൂടുതലായി ചുമതലകൾ ഏറ്റെടുക്കാൻ നാം ഭയപ്പെടുകയാണ്. ആദ്യം ദൈവരാജ്യം അന്വേഷിക്കുവിൻ, അപ്പോൾ മറ്റെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും എന്ന് കർത്താവ് പറയുമ്പോൾ എൻ്റെ സഹോദരീ സഹോദരന്മാരെ, കർത്താവ് അതിൻ്റെ പൂർണ്ണതയിലാണ് അത് പറയുന്നത്. എല്ലാ കഴിവുകളും ഉപയോഗിച്ച് ദൈവരാജ്യം അന്വേഷിക്കണം. എന്നിട്ട് തുറന്ന കൈകളിലേക്ക് എല്ലാം സ്വീകരിക്കണം. കാരണം അവനാണ് നിങ്ങളുടെ ഏറ്റവും ചെറിയ ആവശ്യങ്ങളിൽ പോലും ഏറ്റവും ശ്രദ്ധാലുവായിരുന്ന് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് മാത്രം നൽകുന്ന ഏകനായകൻ. സഹോദരങ്ങളെ, ഈ താളുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലെത്തിക്കുക എന്ന എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിർവഹിക്കുന്നതിന് സഹായിച്ചതിന് നന്ദി. അടുത്ത പ്രാവശ്യം നിങ്ങൾ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ അതൊരു സജീവമായ പങ്കെടുക്കലായി തീരട്ടെ. നിങ്ങളിലൂടെ കുർബാന എപ്പോഴും ഒരേ തരത്തിൽ തന്നെ ആയിരിക്കുകയില്ല എന്ന കർത്താവിൻ്റെ വാഗ്ദാനം നിങ്ങളിൽ പൂർത്തീകരിക്കും എന്ന് എനിക്കറിയാം. നിങ്ങൾ കർത്താവിനെ സ്വീകരിക്കുമ്പോൾ അവനെ സ്നേഹിക്കുക. പിതാവിൻ്റെ ഭവനത്തിലേക്കുള്ള വാതിൽ നിങ്ങൾക്ക് തുറന്നു തരുവാനും സഭയെയും കർത്താവിൻ്റെ അമ്മയെയും നിങ്ങൾക്ക് വിട്ടുതരുവാനും വേണ്ടി നിങ്ങൾക്കായി കുത്തിത്തുറക്കപ്പെട്ട കർത്താവിൻ്റെ മാറിലേക്ക് ചേർന്ന് കർത്താവിൻ്റെ കരങ്ങളിലെ വിശ്രമത്തിൻ്റെ മാധുര്യം ആസ്വദിക്കുക. ഈ സാക്ഷ്യത്തിലൂടെ കർത്താവിൻ്റെ കരുണ നിറഞ്ഞ സ്നേഹം അനുഭവിച്ച് ആ സ്നേഹം കർത്താവിനോടുള്ള നിങ്ങളുടെ ശിശുസഹജമായ സ്നേഹത്തിലൂടെ പരസ്പര പൂരകമായി തീരട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ജീവിക്കുന്ന യേശുവിൽ നിങ്ങളുടെ സഹോദരി കാറ്റലീന, ഈശോയുടെ കാരുണ്യഹൃദയത്തിൻ്റെ അൽമായ മിഷണറി.